അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയസ് റേഷ്യോ അതിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ, റേഡിയസ് റേഷ്യോ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു കോമൺ കേസ് എന്താന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് കാറ്റയോൺ ആർ പ്ലസ് റേഡിയസ് ഓഫ് കാറ്റയോൺ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ആനിയോൺ. അതാണ് കോമൺ കേസിൽ ഒരു റേഡിയസ് റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. അത് തന്നെ റേഡിയസ് റേഷ്യോന്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏത് സ്ട്രക്ചറിലായിരിക്കും ഈ സിസ്റ്റം, ഈ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നതിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ടേബിൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എക്സാമ്പിൾസ് പറഞ്ഞത് മൊത്തം 1:1 സിസ്റ്റം, 1:1 അല്ലെങ്കിൽ 2:2 സിസ്റ്റത്തിന്റെ ആയിരുന്നു. അതായത് ഇപ്പം NaCl പോലെയുള്ള സിസ്റ്റത്തിന്റെ ആയിരുന്നു നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞത്. അപ്പോ ഇനി ഇൻ കേസ് കാൽഷ്യം ഫ്ലൂറൈഡ് അല്ലെങ്കിൽ സ്ട്രോൺഷ്യം ഫ്ലൂറൈഡ് ഒക്കെ പോലത്തെ സിസ്റ്റം ആണെങ്കിൽ എങ്ങനെ റേഡിയസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സ്ട്രോൺഷ്യം ഫ്ലൂറൈഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റേഡിയസ് ഓഫ് സ്ട്രോൺഷ്യം 2+ എന്ന് പറയുന്നത് നമുക്കിതറിയാം, ഇവിടെ Sr2+ 2F- ഉള്ളത്. ഓക്കെ, അപ്പം റേഡിയസ് ഓഫ് സ്ട്രോൺഷ്യം 2+ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഫ്ലൂറിൻ, റേഡിയസ് ഓഫ് ആനിയോൺ എന്ന് പറയുന്നത് 132 ഡിവൈഡഡ് ബൈ 199 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.11. 1.11 ആണ് ഇതിന്റെ റേഡിയസിന്റെ റേഷ്യോ. അപ്പൊ ഈ 1.11 ആ ടേബിളിനനുസരിച്ച് നമുക്കറിയാം, അതായത് ക്യൂബോക്ടാഹെഡ്രലിലോട്ടാണ് ഇത് പോവുക. ഓക്കെ, ഓക്കെ, ഇനി ക്യൂബോക്ടാഹെഡ്രൽ എടുക്കുന്നതിൽ തന്നെ നമ്മൾ അന്ന് കണ്ട വേറെ സാധനം ക്യൂബിക്കിൻ്റെ, അതായത് കോർഡിനേഷൻ നമ്പർ 8 വരുന്ന ക്യൂബിക്കിന്റെ 0.7322 1.00 ആണെന്ന്. അതിന്റെ തന്നെ റെസിപ്രോക്കൽ എടുത്താൽ 1.37 വരും. അപ്പം ഇവരിതിനെ ക്യൂബിക്കിന്റെ കേസിലേക്കാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 8 ആയിട്ടാ വരിക. ഓക്കെ, ഇനി ഇത് നേരെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾക്ക് കിട്ടിയ കോർഡിനേഷൻ നമ്പർ ഓഫ് Sr2+, കോർഡിനേഷൻ നമ്പർ ഓഫ് Sr2+, ഇതിന് നേരെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ R of F- ഡിവൈഡഡ് ബൈ R of Sr2+ വരും. F- ഡിവൈഡഡ് ബൈ R of Sr2+. അതെന്ന് പറയുന്നത് നേരെ റിവേഴ്സ് 199 ഡിവൈഡഡ് ബൈ 132. ഞാൻ എഴുതുന്നത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, പക്ഷെ പറയുന്നുണ്ട് കൂടെ തന്നെ, അപ്പൊ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ എഴുതാൻ. 199 ഡിവൈഡ് ബൈ 132, അത് 0.90 ആണ് അതിന്റെ വാല്യൂ വരുന്നത്. അപ്പം F- കോർഡിനേഷൻ നമ്പർ 8 ആയിട്ടാണ് കിട്ടുന്നത്. ഇത് വാല്യൂ ആ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ഇത് 8 ആവുന്നത്. അതായത് ഓരോ റേഡിയസ് റേഷ്യോക്കും അനുസരിച്ച് നമ്മൾ കോർഡിനേഷൻ നമ്പർ എത്ര ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ കിട്ടിയെന്ന് വെച്ചാൽ കോർഡിനേഷൻ നമ്പർ ഓഫ് Sr2+ is equal to 8. Sr2+ is equal to coordination number of F- is equal to 8. അങ്ങനെയാണ് ഇവിടെ കിട്ടിയേക്കണേ. പക്ഷെ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ നോക്കിയേ, ഒരു എന്താ പറയാ, ഒരു സ്ട്രോൺഷ്യം എടുത്താൽ അതിന്റെ കൂടെ 2 F- ഉണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് F- ചുറ്റുമാണ് ഒരു സ്ട്രോൺഷ്യം. അല്ലെങ്കിൽ പറയാം, ഇതിനെ ഹാഫ് ആയിട്ട് എടുത്താൽ ഒരു ഫ്ലൂറൈഡിന്റെ ചുറ്റും പകുതി, അതായത് ഹാഫ് SR എന്നുള്ള കണക്കിലാണ് ഇത് പോകുന്നത്. അപ്പം ഒരിക്കലും ഇതിന്റെ രണ്ടിന്റെയും കോർഡിനേഷൻ നമ്പർ ഈക്വൽ ആവുന്ന കേസ് നടക്കൂല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം കോർഡിനേഷൻ നമ്പർ 8 ആക്കി വെക്കും. ഓക്കെ, മാക്സിമം കോർഡിനേഷൻ നമ്പർ 8 ആക്കി എടുക്കും. അപ്പം മറ്റേതിൻ്റെത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഹാഫ് ആവും. കാരണം SR F2 ആണല്ലോ
സ്ട്രക്ചർ. അപ്പം മറ്റേതിൻ്റെത്, അതായത് ഇപ്പം SR2+ൻ്റെത് നമ്മൾ 8 എടുക്കും, F-ൻ്റെത് നമ്മൾ 4 എടുക്കും. അപ്പൊ ഇപ്പം 1:1 അല്ലെങ്കിൽ 2:2 അല്ലാത്ത കേസിലുള്ള സിസ്റ്റത്തിന്റെ കാര്യം പറയുന്നത്. അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂവിനെ നമ്മൾ മാക്സിമം എടുത്തിട്ട് മറ്റേ വാല്യൂക്ക് നേരെ ഹാഫ് എടുക്കും. ഇനി ഇതന്നെ ഇത് നമുക്കറിയാം ഫ്ലൂ റേറ്റ് സ്ട്രക്ചർ ആണ്. ഇത് തന്നെ നേരെ തിരിച്ചെടുക്കുന്നതെന്ന് വെച്ചോ, അതായത് ഇപ്പോൾ K2O എന്നുള്ള കേസ്, K2O എന്നുള്ള കേസിലാണെങ്കിലും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം K പ്ലസിന്റെ കോർഡിനേഷൻ നമ്പർ 8ഉം O2 മൈനസിന്റെ കോർഡിനേഷൻ നമ്പർ 8ഉം ആണ് കിട്ടുക. പക്ഷെ ഈ പറഞ്ഞ പോലെ മാക്സിമം ആയിട്ട് 8 എടുക്കും. ഇവിടെ നമുക്കറിയാം ഈ SRF2 കണ്ടതിന്റെ നേരെ ഇൻവേഴ്സ് ആണ് കേസ്. അപ്പം ഓക്സിജന്റെ കോർഡിനേഷൻ നമ്പർ മാക്സിമം 8 എടുക്കും, K പ്ലസിന്റെ മാക്സിമം കോർഡിനേഷൻ നമ്പർ 4 എടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ 1:1 അല്ലെങ്കിൽ 2:2 അല്ലാത്ത സിസ്റ്റത്തിലെ റേഡിയസ് റേഷ്യോ വെച്ച് സ്ട്രക്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് സെന്റൻസ് പറഞ്ഞ് എഴുതിയെടുക്കണോ അതോ ഇപ്പൊ ഓക്കെ ആണോ? എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതിക്കോ. ഇൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് different number of cations and anions, in compounds containing different number of cations and anions, in compounds containing different number of cations and anions, ഇതൊരു കോമ ഇട്ടിട്ട് എക്സാമ്പിൾ SRF2 strontium fluoride, SRF2 എക്സാമ്പിൾ SRF2, എന്നിട്ട് ഈ കാണിച്ച ഇക്വേഷൻ എഴുതാം. ഈ RS2 plus divided by RF minus is equal to 132 divided by 199 equal to 1.11. അപ്പൊ അവിടെ മാക്സിമം കോർഡിനേഷൻ നമ്പർ ഓഫ് SR2 plus is equal to 8. Maximum coordination number of SR2 plus is equal to 8. അതിന്റെ താഴെ RF minus divided by RSR2 plus is equal to 0.90. RF minus divided by RSR2 plus is equal to 0.90. Maximum coordination number of F minus is equal to 8. Maximum coordination number of F minus is equal to 8. എന്നിട്ട് എഴുതുക, അതിന്റെ താഴെ എഴുതുക but there must be twice F minus ions. But there must be twice F minus ions. But there must be twice F minus ions. So the coordination number of strontium ion. So the coordination number of strontium ion must be twice as large of that of fluoride. So the coordination number of strontium ion must be twice as large as that of fluoride. Coordination number of strontium ion must be twice as large as that of fluoride. Next sentence. Coordination numbers of 8. Coordination numbers of 8 bracket SR2 plus. Coordination numbers of 8 bracket SR2 plus and 4. Coordination numbers of 8 and 4. 4 in the bracket F minus. 4 in the bracket F minus are compatible with the maximum allowable coordination numbers.
are compatible with the maximum allowable coordination numbers. Maximum allowable coordination numbers. At the sentence, thus strontium fluoride crystallizes in fluorite lattice. Thus strontium fluoride crystallizes in fluorite lattice. Fluorite lattice. Okay. അപ്പോ നമ്മൾ പറഞ്ഞത് റേഡിയസ് റേഷ്യോ വെച്ച് സ്ട്രക്ചർ പ്രെഡിക്ട് ചെയ്യാന്നാണ്. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞു. പക്ഷെ ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. അതായത് ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് സിങ്ക് സൾഫൈഡ്. ഓക്കെ, നമ്മൾ റേഡിയസ് റേഷ്യോ ഒബേ ചെയ്യാത്ത കേസാ പറയുന്നത്. എക്സെപ്ഷൻസ്. Take an example of zinc sulfide. ZnS. ZnS ല് R plus radius of cation divided by radius of anion എന്ന് പറയുന്നത് 0.52 ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് 0.52 ആണ്. 0.52 എന്നുള്ളതിന്റെ അർത്ഥം കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം എന്നാണ്. പക്ഷെ ZnS നമ്മൾ പറഞ്ഞു വുഡ്സൈറ്റ് അല്ലെങ്കിൽ സിംഗ്ബ്ലൻഡ് സ്ട്രക്ചറിലാണ് ഇത് ക്രിസ്റ്റലൈസ് ചെയ്യുക. ഈ വുഡ്സൈറ്റിന്റെയും സിംഗ്ബ്ലൻഡിന്റെയും കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അതായത് 6 ആണ് പ്രെഡിക്ട് ചെയ്യുന്നത്, പക്ഷെ ഇത് 4ലാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. അതായത് ഇത് റേഡിയസ് റേഷ്യോന്റെ ഒരു എക്സെപ്ഷൻ ആണ്. ഇതിനൊരു റീസൺ ഉണ്ട്, ആ റീസണും പറയാം. അതിനു മുന്നേ അടുത്ത എക്സെപ്ഷനുള്ള എക്സാമ്പിള് മെർക്കുറിക് സൾഫൈഡ്, HGS. മെർക്കുറിക് സൾഫൈഡ് HGS. HGSല് R പ്ലസ് ഡിവൈഡ് ബൈ R മൈനസ് എന്ന് പറയുന്ന വാല്യൂ ഈസ് 0.68. ഓക്കെ, 0.68 ആണ്. 0.68 എന്ന് പറയുമ്പോൾ നമ്മൾ 6 കോർഡിനേഷൻ നമ്പർ എക്സ്പെക്ട് ചെയ്യും. കോർഡിനേഷൻ നമ്പർ 6 എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇതും ഇതും സിംഗ്ബ്ലൻഡ് സ്ട്രക്ചറിൽ തന്നെയാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. സിംഗ്ബ്ലൻഡ് സ്ട്രക്ചറിൽ തന്നെയാണ് ഇതും ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. സിംഗ്ബ്ലൻഡ് നമ്മൾ പറഞ്ഞ പോലെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പം ഈ രണ്ട് എക്സെപ്ഷൻസ് റേഡിയസ് റേഷ്യോയിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ എക്സെപ്ഷൻ വരുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ വലിയ ഇതിലെ ഏറ്റവും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു റൂള് പഠിക്കും. റാണി കോമ്പൗണ്ടിൽ അതിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാ നമുക്കറിയാം റാണി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റയോണും ഒരു ആനിയോണും ഇതാണ് അയണി കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ. അതിൽ തന്നെ യൂഷ്വൽ കേസിൽ കാറ്റയോൺ ചെറുതും ആനിയോൺ വലുതുമായിരിക്കും. ഓക്കെ, ആനിയോൺ വലുതുമായിരിക്കും. എന്നിട്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ആനിയോൺ കാറ്റയോൺ, അതായത് ചെറിയ കാറ്റയോൺ വലിയ ആനിയോണിനെ പോളറൈസ് ചെയ്യും. ഓക്കെ, പോളറൈസ് ചെയ്തിട്ട് ഈ ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് നിൽക്കുന്ന ഈ സാധനം, അതായത് ഈ ഒരു സ്ട്രക്ചർ, അതായത് ആനിയോണിനെ കുറച്ചുകൂടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന പോലെ പോളറൈസ് ചെയ്ത് വരും. പോളറൈസ് ചെയ്ത് വന്നിട്ട് ഇത് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, അതായത് ഒരു കോവാലന്റ് നേച്ചർ കാണിക്കും. അതായത് അയണിക് കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കോമ്പൗണ്ട് ആണ്, പക്ഷെ കാറ്റയോൺ വളരെ ചെറുതും ആനിയോൺ വളരെ വലുതുമായിട്ടുള്ള കേസുകളിൽ ഇത് ഒരു കോവാലന്റ് നേച്ചർ കാണിക്കും. അതായത് രണ്ട് ആസ്പെക്ട്സിൽ നമുക്ക് ഈ കോവാലന്റ് അയണിക് നേച്ചറിനെ ഡീൽ ചെയ്യാം. ഒന്നാമത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കോവാലന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യും. അതായത് കോമ്പൗണ്ട് ഇനീഷ്യലി നമ്മൾ അതിനെ കോവാലന്റ് ആയി കൺസിഡർ ചെയ്യും. അവിടുന്ന് പിന്നെ അതിലെ അയണിസിറ്റി എന്താന്ന് പഠിക്കും.
രണ്ടാമത്തെ ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ കോമ്പൗണ്ടിന് ഇനീഷ്യലി അയണിക് ആയിട്ട് കൺസിഡർ ചെയ്യും, എന്നിട്ട് അതിൽ പിന്നെ കുറച്ച് കോവാലൻസി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ കുറിച്ച് പഠിക്കും. ആ പഠിക്കുന്ന ഒരു ആസ്പെക്ടിന്റെ പേരാണ് ഫജാൻസ് റൂൾ. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, ആ ജെനെ വേറെ രീതിയിലും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. സ്പെല്ലിംഗ് നോക്കുക, FAJAN അപ്പോസ്ട്രോഫി S, ഫജാൻസ് റൂൾ. ഓക്കെ, ഫജാൻസ് റൂളില് അപ്പോസ്ട്രോഫി S അല്ലെ, S കഴിഞ്ഞ അപ്പോസ്ട്രോഫി. ഓക്കെ, ഫജാൻസ് റൂള് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ആനിയം. ഓക്കെ, ഫജാൻസ് റൂളിന് എഴുതിക്കോ. ഫജാൻസ് റൂള് നമ്മൾ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതാം. ഫജാൻസ് റൂൾ FAJANS അപ്പോസ്ട്രോഫി, അതായത് എസിലാണ് ആ പേര് തന്നെ ഉണ്ട് ചെയ്യുന്നത്. അതായത് കാസിമിർ ഫജാൻസ് എന്നാണ് എന്റെ പേര്, സയന്റിസ്റ്റിന്റെ പേര്. അപ്പൊ നമുക്കറിയാലോ എസ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി ഇടും, അങ്ങനെയുള്ള പേരുകൾ. ഓക്കെ, ഫജാൻസ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇഫ് anion is large and if anion is large and soft enough, if anion is large and soft enough, then cation polarize it, and in extreme cases cation penetrate the anionic electron cloud, and in extreme cases cation penetrate the anionic electron cloud, resulting in a covalent bond. അതാണ് എന്താ പറയാ, അയണിക് ബോണ്ടിലെ കോവാലൻസിയിൽ മൊത്തത്തിൽ നടക്കുന്നത്. അതായത് കാറ്റയോൺ, ചെറിയ കാറ്റയോൺ വലിയൊരു ആനിയോണിനെ പോളറൈസ് ചെയ്തിട്ട് അത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. കോവാലന്റ് ബോണ്ട് എന്താന്നുള്ളത് ഇതേ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയി പഠിക്കും. അപ്പം ഇത്രയും മനസ്സിലാക്കുക, ഒരു അയോണിക് ബോണ്ടിൽ കോവാലന്റ് നേച്ചർ കാണിക്കുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഫജാൻസ് റൂൾ. ഈ ഫജാൻസ് റൂളിൽ പറയുന്നത് എപ്പോഴൊക്കെയാണ് ഈ കോവാലൻസി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോവാലൻസി, അതാണ് നമ്മൾ ഫജാൻസ് റൂളിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ ഹൈ ചാർജ് and small size of cation. High charge and small size of cation. ഇതിൽ ശരിക്കും 2 പോയിന്റ്സ് ഉണ്ട്. അതായത് സൈസ് മാത്രം കൺസിഡർ ചെയ്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ചാർജ് കൺസിഡർ ചെയ്ത് വേറെ സിറ്റുവേഷനിൽ പ്രെഡിക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം മൊത്തത്തിലുള്ള പോയിന്റ് ഇതാണ്, ഹൈ ചാർജ് ആൻഡ് സ്മോൾ സൈസ് ഓഫ് cation. അതിന്റെ ഓക്കെ, ആ എക്സാമ്പിളിലോട്ട് പോകുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ വേറൊരു ജനറൽ കാര്യം കൂടെ പറഞ്ഞ, അതായത് ഇത് ഇവിടെ മാത്രം സ്പെസിഫിക്കലി അപ്ലിക്കബിൾ അല്ല. അതായത് നമ്മൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മള് പീരിയോഡിക് ടേബിൾ കൺസിഡർ ചെയ്യുന്നു. പീരിയോഡിക് ടേബിളില് ലിഥിയം പ്ലസ് സോഡിയം അയോൺസ് ആണ് പറയുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇതിന്റെയൊക്കെ അയോൺസ്. അതുപോലെ നെക്സ്റ്റ് കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബെറീലിയം, നെക്സ്റ്റ് കോളമല്ല, നെക്സ്റ്റ് ഗ്രൂപ്പ് മെഗ്നീഷ്യം, കാൽഷ്യം, ഇനി തേർഡ് ഗ്രൂപ്പ് എടുക്കുന്നത് ബോറോൺ, അലൂമിനിയം, ഗാലിയം.
ഓക്കെ, അതായത് ഇവിടെ ഇപ്പം പറയാൻ പോകുന്ന പോയിന്റ് കുറച്ചുകൂടെ ജനറൽ ആയിട്ട് പീരിയോഡിക് ടേബിളിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനമാണ്. ഈ ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റും രണ്ടാമത്തെ ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റും തമ്മിൽ കുറെ കാര്യങ്ങളിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതായത് ലിഥിയവും മെഗ്നീഷ്യവും തമ്മിൽ കുറെ കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ട്. കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോ എന്ത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ മറ്റേ അയോണുമായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നോൺ മെറ്റലുമായിട്ട് എന്ത് രീതിയിലുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു എന്നൊക്കെയുള്ള ചില കേസസിൽ സിമിലർ ആണ്. അതുപോലെ സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റീസ് ഉണ്ട്. അപ്പം ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റും തമ്മിൽ കുറെ കാര്യങ്ങളിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അത് ഇപ്പം ഒരു മിനിറ്റ്. സോറി, ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഗ്രൂപ്പിലെ എലമെന്റ്സ് തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ് ഇവിടെ പറഞ്ഞേ. ഇവിടെ തന്നെ ഇവർ വേറൊരു കാര്യം പറയുന്നത് അയോണിക് പൊട്ടൻഷ്യൽ, അതായത് ഫൈ ഈസ് ഈക്വൽ ടു സെറ്റ് പ്ലസ് ഡിവൈഡ് ബൈ ആർ. ഫൈ ആണ് അയോണിക് പൊട്ടൻഷ്യൽ, സെറ്റ് പ്ലസ് എന്ന് വെച്ചാൽ ചാർജ്, ആർ എന്ന് വെച്ചാൽ റേഡിയേ. എന്നിട്ട് ഈ സെറ്റ് ഓഫ് എലമെന്റ്സിന്റെ അയോണിക് പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. ലിഥിയത്തിൻ്റെത് 14, സോഡിയത്തിൻ്റെത് 9, പൊട്ടാസ്യം അയോണിന്റെ 7, ബെറീലിയം അയോണിന്റെ 48, മെഗ്നീഷ്യം അയോണിന്റെ 28, കാൽഷ്യം അയോണിന്റെ 18. ഈ വാല്യൂസ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. ബോറോൺ അയോണിന്റെ 120, അലൂമിനിയത്തിന്റെ 56, ഗാലിയത്തിന്റെ 49. അതായത് ഇപ്പം ഈ ബെറീലിയം അലൂമിനിയം നോക്കിയാല് ഒരു വാല്യൂ 48ഉം മറ്റേ വാല്യൂ 56ഉം ആണ്. അലൂമിനിയം അതിന്റെ തൊട്ട് മുകളിലുള്ള ബോറോണും തമ്മിലുള്ള ഡിഫറൻസിനെക്കാളും ബെറീലിയം അലൂമിനിയം ആണ് അടുത്തടുത്ത വാല്യൂസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ലിഥിയവും മെഗ്നീഷ്യവും നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സിമിലാരിറ്റി കാണാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ ഒരു സ്പെസിഫിക് കേസിൽ പറയുന്നതല്ല. നമ്മളിപ്പം ഓരോ ബ്ലോക്ക് പഠിക്കുന്ന സമയത്തും ഈ സെയിം ഫിനോമിന ആണ്. ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റും തമ്മിൽ ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം അതാണ് ഫജാൻസ് റൂളിന്റെ ഒന്നാമത്തെ പോയിന്റ്, ഹൈ ചാർജ് ആൻഡ് സ്മോൾ സൈസ് ഓഫ് കാറ്റയോൺ. ഈ ഫജാൻസ് റൂൾ വെച്ച് കുറെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു നോക്കും, അപ്പൊ ഇതിന്റെ മീനിങ് മനസ്സിലാവും. രണ്ടാമത്തെ ഫജാൻസ് റൂളിലെ പോയിന്റ് എന്താ വെച്ചാൽ ഹൈ ചാർജ് and large size of anion. High charge and large size of anion. അതായത് നമ്മൾ പറഞ്ഞു ആനിയോൺ വലിയ ആനിയോൺ ആണെങ്കിൽ കോവാലൻസിന്റെ നേച്ചർ അതിൽ കൂടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആനിയോൺ ഹൈ ചാർജ് ആണെങ്കിലും കോവാലൻസി കാണിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് ഫജാൻസ് റൂൾ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് കോവാലൻസി കൂടുതൽ കാണിക്കാന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടു കാറ്റയോണിന്റെ കേസ്, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കണ്ടു ആനിയോണിന്റെ കേസ്, ഹൈ ചാർജ് ആൻഡ് ലാർജ് സൈസ് ഓഫ് ആനിയോൺ. ഇവിടെ കുറച്ച് എക്സാമ്പിൾ എഴുതിക്കോ. ലാർജ് ആനിയോൺസ് സച്ച് ആസ്
I minus, selenium 2 minus, tellurium 2 minus. Large anions such as I minus, selenium 2 minus, tellurium 2 minus, and highly charged ones, such as As3 minus, arsenic, are prone to polarization. Are prone, PRONE, are prone to polarization. അതായത് പോളറൈസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് ഈ ആനിയോൺസിന്. And their compound shows covalent character. അതായത് ഒരു കോമ്പൗണ്ട് ഇപ്പം സോഡിയം ആയിട്ട് അയഡൈഡ് NaI ഫോം ചെയ്തു എന്ന് വെച്ചോ, ആ NaI കോവാലന്റ് ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഈ മൊത്തം പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം. Are prone to polarization and their compounds shows covalent character. ഇനി അടുത്ത പോയിന്റ് എന്താ വെച്ചാ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. Electron configuration of the cation. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഇതിൽ നമ്മൾ കാണും. അപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ വരിക എക്സെപ്ഷണൽ കേസസിന്റെ ബേസ്ഡ് ആയിരിക്കും. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി കാറ്റഗറി. ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. Transition metals which has one or more d electrons, transition metals which has one or more d electrons will be more polarizing. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പം d ഓർബിറ്റിലുള്ള ഒരു മെറ്റല്, ഓക്കെ, d ഓർബിറ്റിലുള്ള ഒരു മെറ്റല് എടുക്കുന്നത് p ഓർബിറ്റിലുള്ള ഒരു മെറ്റൽ എടുക്കുന്നത്, ഓക്കെ. അതില് p അല്ലെങ്കിൽ s, അതില് ഇത് പോസിറ്റീവ് ആണ്, കാറ്റയോണിന്റെ കേസാണ് പറയുന്നത്. അതില് ഇവിടെ ഇതിലേക്കൂടെ ഒരു ആനിയോൺ അപ്രോച്ച് ചെയ്യുന്നു എന്ന് വെച്ചോ. രണ്ട് കേസിലും ഒരു ആനിയോൺ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടെ എന്താ പറയാ തടസ്സം കുറവാകുന്ന സമയത്ത് ഈ ആനിയോൺ ഇതിന്റെ അടുത്തോട്ട് വന്നിട്ട് ആനിയോണിനെ നന്നായിട്ട് പോളറൈസ് ചെയ്യും, ഓക്കെ. ഇനി p അല്ലെങ്കിൽ s ഓർബിറ്റലിന്റെ കേസിൽ എന്താ വെച്ചാൽ ഈ ആനിയോണിന് അങ്ങ് അടുത്തോട്ട് എത്താൻ പറ്റുന്നില്ല. അതായത് ഈ ഓർബിറ്റൽസ് ഷീൽഡ് ചെയ്യും, ഓക്കെ. പക്ഷെ ഡിന്റെ കേസ് ആണെങ്കിൽ ഓർബിറ്റൽസിന് ഷീൽഡിങ് പവർ കുറവാണ്. അപ്പം ഓർബിറ്റൽസ് ഷീൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ അടുത്തെത്താൻ പറ്റാത്തത് കൊണ്ട് അവിടെ പോളറൈസിബിലിറ്റി കുറവായിരിക്കും, ഓക്കെ. അതാണ് പറഞ്ഞു തരുന്നത്. എഴുതിക്കോ. d electrons shield the nucleus poorly. എന്നിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുക. cation
with n-1 dx, that is d1 to 10 ആവാം, ns0 configuration. അതാണ് എക്സാമ്പിൾ. cation with n-1 dx ns0 configuration is more polarizing than cation with configuration n-1 s2 n-1 p6 ns0, n-1 s2 n-1 p6 ns0. യൂഷ്വലി ഈ കോൺഫിഗറേഷൻ കാണിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഏത് ഗ്രൂപ്പിൽ പെടുന്ന കാറ്റോൺസ് ആണെന്ന് നമുക്കറിയാം. ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഈ അതായത് സോഡിയം ഗ്രൂപ്പ്, സോഡിയം ഉള്ള ഗ്രൂപ്പ്, അതുപോലെ ട്രാൻസിഷൻ മെറ്റൽസ് സിങ്ക് മെർക്കുറി ഒക്കെ ഉള്ള ഗ്രൂപ്പ്, അത് രണ്ടും തമ്മിൽ നമ്മൾ പോളറൈസിങ് പവർ ഏതിനാണെന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള ഒരു ഫാക്ടറും കൂടെ അതിലോട്ട് വരും ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം വെറുതെ സൈസ് മാത്രം വെച്ച്, കാറ്റോണിന്റെ സൈസ് മാത്രം വെച്ച് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ കൂടെ വരും. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് എക്സെപ്ഷൻസും ഉണ്ടായി. ഓക്കെ, എക്സെപ്ഷൻ എന്താന്ന് വെച്ചാൽ മെർക്കുറിക് 2+, Hg2+ has an ionic radius 116 picometer. Hg2+ has an ionic radius 116 picometer, whereas calcium Ca2+ has an ionic radius 114 picometer. Calcium has an ionic radius 114 picometer. അപ്പൊ നമ്മൾ ഏതിനാണ് കൂടുതൽ പോളറൈസിങ് എബിലിറ്റി എക്സ്പെക്ട് ചെയ്യുക? അതായത് ഏത് കാറ്റോണിനാണ് കൂടുതൽ പോളറൈസിങ് എബിലിറ്റി? അതാണ് കാറ്റോണിനുള്ളത്, പോളറൈസിങ് എബിലിറ്റി. ഇനി ആനോണിനുള്ളത് പോളറൈസബിലിറ്റി. അതായത് ഒരു കാറ്റോൺ കാരണം പോളറൈസ് ആയി ആകപ്പെടുന്നതിനെ നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കേസിൽ Hg2+ഉം കാൽഷ്യം 2+ഉം കാണുമ്പോൾ അയണിക് റേഡിയസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും കാൽഷ്യം 2+നായിരിക്കും പോളറൈസിങ് എബിലിറ്റി കൂടുതൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഡി ഓർബിറ്റലിന്റെ പ്രസൻസ് ഉള്ളത് മെർക്കുറിക് 2+ലായതുകൊണ്ട് മെർക്കുറിക് 2+, Hg2+ is more polarizing. Hg2+ is more polarizing. Hg2+ is more polarizing. Okay, ആ എക്സാമ്പിൾ എഴുതിയോ?